ഇപ്പൊ പാട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ സൗണ്ട് ഒക്കെ മാറ്റണ ഇതൊക്കെ ഉണ്ടല്ലോ ദിലീപേട്ടന് വേണ്ടിയിട്ട് ആ ഒരു ഡൈനാമിക്സിൽ പാടുക. അങ്ങനെ ഇപ്പൊ ദാസാറൊക്കെ അങ്ങനെ നമ്മുടെ ഹരികൃഷ്ണൻസ് എന്ന് പറഞ്ഞ പടത്തിലൊക്കെ പണ്ട് അങ്ങനെ ചേഞ്ച് ചെയ്ത് പാടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇഷ്ടംപോലെ ചോയ്സസ് ആണ്. കാരണം ഇപ്പം പണ്ട് നമ്മൾ ആർക്കാണെങ്കിലും ഒരു 4-5 സിംഗേഴ്സിന്റെ ശബ്ദത്തിലാണ് പാട്ട് കേട്ടത്. പക്ഷെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇഷ്ടംപോലെ സിംഗേഴ്സ് ഉണ്ട്. കാരണം അത്ര ഓപ്ഷൻസ് ഉണ്ട്. മ്യൂസിക് ഡയറക്ടറെ സംബന്ധിച്ച് ഇപ്പൊ ഞാനിപ്പോ ഒരു പാട്ട് എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യുവാണെങ്കിൽ എനിക്ക് ഇന്നിപ്പോ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ടോൺ ആണെങ്കിൽ ആ ഒരു ടോണിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് എടുക്കുന്നത് പോലെ അവർക്ക് ഇഷ്ടംപോലെ ലൈബ്രറി ഉണ്ട്. കാരണം ഇഷ്ടംപോലെ സൗണ്ട് കള് കേൾക്കാം. ഇപ്പം ഒരേ പാട്ടുകാരനെ കൊണ്ട് എല്ലാ പാട്ടും ട്രൈ ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ഐഡന്റിറ്റിയും കൂടെ കുറച്ച് മാറ്റം വരുന്നില്ല. കാരണം പണ്ട് ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അറിയാം ഇന്ന ആള് പാടി വെച്ചതാണെന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നിപ്പം ഒരു പാട്ട് ഹിറ്റ് ആയാലും നമ്മള് ആ പാട്ടുകാരനെ അപ്പം അറിയുന്നല്ലാണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സിംഗേഴ്സിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയണെന്ന് വെച്ചാൽ അത്ര ആൾക്കാർക്ക് അവസരം കിട്ടുന്നുള്ളതാണ്.